അതും ഞാൻ പറയാം, വായു സഞ്ചാരം, പ്രകാശ സഞ്ചാരം എന്നിവ ഇല്ലാത്തൊരു മൃതദേഹമാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂര് ഒരു ലോഡ്ജിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം പഴക്കമുള്ളൂ, പുഴു അരിച്ച കിടന്ന. ഒരു ദിവസം കൊണ്ട് പുഴു അരിക്കും. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ മനുഷ്യന്റെ ശരീരത്തിൽ അമിതമായ ഡ്രഗ് ഉപയോഗം ഉണ്ടായിരുന്നു. പല അവസ്ഥയിലും ഞാൻ പറയാൻ പാടില്ലെന്ന് പറയാൻ പാടില്ലെങ്കിലും വാർത്തയിലൊക്കെ ഉണ്ടായിരുന്ന മരണപ്പെട്ട് ഉണ്ടായിരുന്ന. അപ്പൊ പല രോഗങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പോരത്തിന് മൃതദേഹം മരിച്ചു കിടന്ന മുറി വായു സഞ്ചാരം ഇല്ലാത്തതും പ്രകാശ സഞ്ചാരം ഇല്ലാത്തതാണ്. അമിതമായ ചൂട് മൃതദേഹത്തിൽ നിന്നും കോശങ്ങളെല്ലാം പെട്ടെന്ന് മരണപ്പെടുകയും രക്താണുക്കളും ചുവന്ന രക്താണുക്കൾ ചെയ്യാൻ തുടങ്ങുകയും പെട്ടെന്ന് ചീർന്ന് തൊലി, അതായത് നമ്മുടെ ശരീരം സ്കിൻ ജീർണിച്ച് അഴുകി വീർത്ത്, പെട്ടെന്ന് തന്നെ ജീർണിച്ച് അഴുകി വീർത്ത്. ഈച്ചകളുടെ പ്രവാഹം ഇല്ലാത്തതുകൊണ്ട് ഈച്ച അതിന് മറ്റും ഈച്ചകൾ പൊട്ടിയിടാതെ നമ്മുടെ ശരീരത്തിൽ തലച്ചോറിൽ നിന്നും അഴുകി മാറുന്ന, തലച്ചോറ് അഴുകി പെട്ടെന്ന് അഴുകാൻ സാധിച്ച പുഴുവാണ് തലച്ചോറിൽ വന്നതാണ്. പുഴു അരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഒറ്റ ദിവസം. അപ്പോൾ അത് മുതൽ 2-ാം ദിവസം ശരിക്കും നോർമലാണ്. 2-ാം ദിവസം കഴിഞ്ഞാൽ പുഴു മുട്ടയിട്ടുണ്ടാവും. 2 ദിവസം മുട്ടയിട്ടുണ്ടാവും. 3-ാം ദിവസം വിരിയാൻ തുടങ്ങും, പുഴു വിരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് പുഴുവാണ്. ഉണ്ട് ഈ പുഴു മനുഷ്യനെ തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ? അത് ഇതിന് ശേഷം തിന്നു തുടങ്ങണം. അതാണ് പുഴു തിന്നു തുടങ്ങണത്. പുഴു അരിക്കുന്ന മാത്രമല്ല, പുഴു അരിക്കുക. അതാ തിന്നു തുടങ്ങണം, മനുഷ്യനെ തിന്നു തുടങ്ങണത്. അത് പിന്നെ അത് ഈച്ചയെ മാറും. ആ പുഴു വലുതായി കഴിഞ്ഞാൽ ഈച്ചയെ മാറും. 5 ദിവസം കഴിഞ്ഞാൽ ആ ഈച്ചയെ മാറും. 4 ദിവസം കഴിഞ്ഞാൽ ഓരോ പുഴുവിനും ഓരോ വ്യത്യസ്തമാണ്. മൃതദേഹത്തിൽ വരുന്ന പല ഈച്ചകളും, മണികണ്ഠൻ ഈച്ച മുതൽ 4 തരം ഈച്ചകൾ വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ കണ്ണിൽ പെടാത്ത, പ്രകാശത്തിൽ പുറത്തേക്ക് വരാത്ത തരം 2 തരം ഈച്ചകളുണ്ട്. ഇംഗ്ലീഷ് പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാത്ത ഈച്ചകളുണ്ട്. അതിലൊരു ഈച്ച കടിച്ചാണ് പല പോലീസുകാർക്ക് ഇന്ന് ഏകദേശം 1600 ചില്ലേനം പോലീസുകാർക്ക് 2024 കണക്ക് പ്രകാരം, ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 1600 ചില്ലേനം പോലീസുകാർക്ക് മൃതദേഹത്തിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. പോലീസുകാർക്ക്, ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പോലീസുകാർക്ക്, മൃതദേഹവുമായി ബന്ധപ്പെടുന്നതും എടുക്കുന്ന പോലീസുകാർ വരെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പല രോഗങ്ങൾക്ക് ഇപ്പോൾ പേര് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ആലുവയിൽ ഉണ്ടായിരുന്ന സാറും രോഗം ബാധിച്ചാൽ മരിച്ച. ഇതൊന്നും പിന്നീട് അറിയുള്ളൂ ഇതിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങളാണെന്ന്. അപ്പം അത് ഏതുതരം അണുക്കളും ആ സമയത്ത് വരാം, ഏതുതരം ഈച്ചകൾ വരാം. അത് നമുക്ക് അതിൻ്റെ എല്ലാ പേരുകളും അറിയണമെങ്കിൽ അതിനെ പിടിച്ചേറി അന്വേഷിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് കണ്ട ഇതിനൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. ഇതിന്റെ പേരൊന്നും അറിയില്ലെങ്കിൽ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. അല്ല, ഇങ്ങനെയുള്ള ഈച്ചകൾ ചേട്ടനെ എപ്പോഴെങ്കിലും ആക്രമിച്ചു? എന്നെ അടിച്ചാൽ എൻ്റെ പാട് ഇപ്പോഴും കാലമുണ്ട്. 6 വർഷം മുമ്പ് കടിച്ച. അത് എന്ന് പറഞ്ഞാൽ കടിക്കല്ല, നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ മുട്ടയിടും. അത് നമ്മളറിയില്ല. ആ ചൊറിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പോഴാണ് വീർത്തുണ്ടാവും. പിന്നെ അതിൽ നിന്ന് മുട്ട വരും. അത് പുഴുവായിട്ട് വരണം. അത് എൻ്റെ ശരീരത്തല്ല, വേറെ ആരുടെ ശരീരത്തിൽ അടിച്ചാലും എന്തെങ്കിലും രോഗം ബാധിക്കും. എന്തെങ്കിലും രോഗം വന്നിട്ട് പോയനെ. ഇപ്പം നിലവിൽ അതിനുള്ള പ്രതിരോധ ശേഷി ഇഞ്ചക്ഷൻ വെച്ചതുകൊണ്ട് നമുക്ക് അതിൻ്റെ രോഗമായിട്ട് പിടിക്കില്ല. ഇങ്ങനെയുള്ള മൃതദേഹങ്ങളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാ ചേട്ടനെ ഒന്ന് കെയർ ചെയ്യുന്നത്? അത് ചെയ്യണ ഇദ്ദേഹമാണ്. ചേച്ചി അതെന്താ ചേച്ചി ചെയ്യുക? കാരണം നമ്മളത് അണുബാധ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റണമല്ലോ. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഷർട്ടും ഇട്ടിരിക്കണ വസ്ത്രം എന്താണ് അത് അപ്പം തന്നെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യാനിടും. പിന്നെ ആള് കുളിക്കുന്നത് ആര്യവേപ്പ്, ഇത് പനിക്കൂർക്ക, തുളസി, പ്ലാവിന്റെ പഴുത്തല, പിന്നെ പുളിയില, ഇതിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കും. വിളിച്ച് പറയും വരാറായെന്ന് പറയും. അപ്പം തന്നെ വെള്ളം തിളപ്പിച്ച് വെള്ളം നല്ല പച്ച കളറാക്കി വെക്കും. ആ പച്ച കളർ വെള്ളത്തിലാണ് കുളിക്കാറ്. നന്നായിട്ട് വെട്ടി തിളച്ച് ഇച്ചിരി സമയം കഴിഞ്ഞേക്കണം, അപ്പോഴേക്കേ വരുള്ളൂ. അത് കഴിഞ്ഞ് ഷർട്ടും ഇട്ടുകൊണ്ട് വന്നാൽ ഷർട്ടും പാൻറ്റോ ഷർട്ടും മുണ്ടോ എന്തായാലും പുറകുവശത്ത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഷർട്ടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും തൊലിയോ ചെറിയ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും മണ്ണ് കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് എന്തെങ്കിലും ഈ ഇതില്ലേ വാഷ് ചെയ്യണ എന്തെങ്കിലും സാധനം ഇട്ട് ഒഴിച്ച് അതിനായിട്ട് മൂടി കളഞ്ഞേക്കും. എന്നിട്ടാണ് ഷർട്ടോ പാൻറ്റോ ഷർട്ടോ മുണ്ടോ എന്തായാലും കൊണ്ടുപോയി സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കും. അതും ചിലപ്പോൾ ഒരുപാട് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇടാറ്. അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് അലക്കി നല്ല വെയിലുള്ള സ്ഥലത്ത് വിരിച്ചിടും. ഇതാണ് വന്നു കഴിഞ്ഞാലുള്ള റൂട്ടീൻ. ചൂടുവെള്ളം നെയ്യ് പൊങ്ങി പോരും. നെയ്യോ? ഷർട്ടില് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നെയ്യ് ഉണ്ടാവും അല്ലേ? നെയ്യെല്ലാം പുറത്തേക്ക് വരും. ചൂടുവെള്ളം ഒഴിച്ചുമ്പോൾ അത് പൊന്തി വരും. ചേട്ടൻ ശരിക്കും കൈകൊണ്ട് വാരിയാണല്ലേ എല്ലാം എടുക്കുക? കൈകൊണ്ട് വാരി ഇങ്ങനെ ഇതുപോലെ തൊലിയും മാംസവും ഒക്കെ ശരീരത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. ഈ പാന്റിന്റെ അടിയിൽ ഈ ഭാഗങ്ങളിൽ ഷർട്ട് നെഞ്ചിന്റെ ഈ സൈഡ് ഇത്ര സൈഡില് ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, ബ്ലഡ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോ നെയ്ക്കുണ്ടെങ്കിൽ പൊന്തി പോകുന്നുള്ളൂ. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഇത്രയും കഷ്ടപ്പാട് കാണുമ്പോൾ ചേട്ടാ പോണ്ട എന്ന് പറയാൻ തോന്നിയിട്ടുണ്ട്? പോണ്ട ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങളെ എതിർക്കാറുമില്ല,
ചേട്ടൻ്റെ ഇഷ്ടങ്ങൾ ഞാനും എതിർത്തിട്ടില്ല. ഇപ്പൊ എന്റെ വിശ്വാസങ്ങളെ ഒന്നും എതിർക്കാനോ ചോദ്യം ചെയ്യാനോ വന്നിട്ടില്ല. ഞാൻ അതുപോലെ തിരിച്ചു ഒരു ഇഷ്ടങ്ങളെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ഇഷ്ടമുള്ള ജോലിക്ക്, ഇഷ്ടത്തോടെ ചെയ്യണ ജോലിക്ക് ഞാൻ തടസ്സം പറയാം. നമ്മള് ഭാര്യമാരെ സംബന്ധിച്ച് നമ്മുടെ ഭർത്താക്കന്മാരെ സമൂഹം അംഗീകരിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. അംഗീകരിച്ചില്ലെങ്കിലും അവഗണിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വന്നതിന് മുമ്പ് ഒരുപാട് പേര് തരം താഴ്ത്തിയിട്ടുണ്ടാവും. ഞാൻ വന്നതിന് ശേഷം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ അവരെന്നോട് പറഞ്ഞാൽ തിരിച്ച് നല്ല മറുപടി പറയുകയും ചെയ്യും. അവരാരും അന്വേഷിക്കേണ്ട കാര്യമില്ല. എൻ്റെ കെട്ടിയോനെ ഞാൻ അന്വേഷിച്ചാൽ പോരെ. എനിക്കില്ലാത്ത അപമാനവും വേദനയൊന്നും വേറെ ആർക്കും വേണ്ടല്ലോ. അങ്ങനെ മാസമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടോ ആൾക്കാർക്ക്? എന്നോട് ചോദിച്ചോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ ബന്ധത്തിൽ നിന്ന്? പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കണേന്ന്. എന്റെ ഇഷ്ടമല്ല ജീവിക്കുന്നത്. എന്നെ ഹാപ്പി ആയിട്ട് നോക്കണ്ടോ? എനിക്കത് പോരെ. അത് ശരിയാണ് ചേച്ചി. എന്നെയും മോനെയും അച്ഛനും അമ്മേനെ ഹാപ്പി ആയിട്ട് നോക്കണ്ടത്. ഇത് ഫുള്ള് എനിക്ക് എന്റെ ജീവിതത്തിൽ വേറെ ഒന്നും വേണമെന്നില്ല. അതല്ലേ ചേട്ടാ, ഭാര്യ ചേട്ടനെ പറ്റി ഇങ്ങനെ പറയും, ചേട്ടൻ ഇങ്ങനെ നിർവൃതി കൊണ്ടിങ്ങനെ നിൽക്കുകയാണല്ലേ. ഇവിടെ ഒരാള് കുറെ നേരമായിട്ട് കതവ് അടയ്ക്കുന്നു, കതവ് തുറക്കുന്നു. ആരത്? അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളിൽ നമ്മൾ തടസ്സമല്ല, വേണ്ടെന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ ജീവിച്ച് ഇഷ്ടത്തിൽ വളർന്ന് ഇഷ്ടം ചെയ്യണ്. തടസ്സം നല്ല പരസ്പരം. ഇപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ ഇവിടെ. ഇതിന് മുമ്പുള്ളൊരു ജീവിതത്തെ പറ്റി ഇപ്പൊ ചേച്ചിയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആ ജീവിതം എങ്ങനെയായിരുന്നു ശരിക്കും? കുറച്ചും കൂടി അപമാനം നിറഞ്ഞതായിരുന്നു. ഉണ്ടാവൂല, എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വന്നേ പിന്നല്ലേ നമ്മൾ അപമാനമൊക്കെ കുറെ കുറഞ്ഞത്, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇത് അല്ലാതെ ഈ നാട് മാത്രമല്ലേ അറിയണുള്ളൂ. അവിടെ കണ്ടു വളർന്നവരൊന്നും മാറ്റൂല. അതിപ്പോ എന്ത് തന്നെ വന്നാലും അടിയുറച്ച വിശ്വാസം ആരെ മനസ്സിൽ നിന്നും മാറില്ല. അത് ഇപ്പൊ പ്രേതത്തിന്റെ ആണെങ്കിലും ഭൂതത്തിന്റെ ആണെങ്കിലും ദൈവത്തിന്റെ ആണെങ്കിലും ഒരു വിശ്വാസം ഒരാളുടെ മനസ്സിൽ അടിയുറച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിന് മുന്നിൽ ഒരു വിശ്വാസത്തിൽ ജീവിക്കണവരാണ് അവർ, അവരുടേതായ വിശ്വാസം. എല്ലാവർക്കും അവരുടേതായ വിശ്വാസം. ഈ അപമാനം പ്രചോദനമാകുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ ഒരു അപമാനം കൊണ്ട് ഇനി ജീവിച്ച് കാണിക്കണം ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും ആ ഒരു അപമാനമാണ് നീറിപ്പുകഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു ഇത്. ജീവിതത്തെ കുറിച്ച് മുന്നോട്ട് എനിക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല. എനിക്ക് ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ വന്ന വഴികൾ കാണാറുണ്ട്. മുന്നോട്ട് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും വീടിന് ഒരു പറമ്പ കാണാറുള്ളൂ മുന്നിൽ. ആഗ്രഹവും മോഹവും സ്വപ്നവും പ്രതീക്ഷകളൊന്നും ഇതുവരെ ഈ നിമിഷമായിട്ട് വന്നില്ല. ആഗ്രഹിച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശ്മശാനമാണ്. അത് ആഗ്രഹമുണ്ട്. അതല്ലാതെ മറ്റൊരു ജീവിതം നമ്മളെല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ നേടാനായിരിക്കും. എനിക്ക് നേടാൻ ആ ശ്മശാനമുള്ള നേടാൻ ആഗ്രഹമുള്ളൂ. പിന്നെ മറ്റൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അല്ല, അപമാനം ഉണ്ടായ അപമാനങ്ങളിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയത് എന്തായാലും അതെല്ലാം ഉണ്ടാവും. അത് പറയാനാണെങ്കിൽ തീരൂല, ഇന്നെങ്ങാനും തീരൂല. കാരണം പലരും പല രീതിയിൽ അപമാനിക്കണം. കാർക്കി ചുപ്പവരുണ്ട്, എഴുന്നേറ്റ് വിട്ടവരുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് എഴുന്നേൽപ്പിച്ചിട്ടവരുണ്ട്. ആരും പേരെടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അവർക്കും ചിലപ്പോൾ അത് ഒരു വേദന ഉണ്ടാവും. ഹോട്ടലിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, കല്യാണ വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്.